വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീനിവാസനെ കുറിച്ച് പറയുന്നു. സിനിമയുടെ ഒരു പ്രാധാന്യം മലയാളത്തിൽ വളരെയേറെയാണ്. പൊതുവിൽ ജീവിതത്തിൻ്റെ ഒരു അനുബന്ധവും ഒരു ലെഫ്റ്റ് ഓവറോ ആണ് കല എന്ന് പറയുന്നത്. പക്ഷേ സിനിമ എന്ന കലയെ സംബന്ധിച്ച് ആലോചിച്ചാൽ അതിൻ്റെ ലെഫ്റ്റ് ഓവറോ അനുബന്ധമോ ആയി ജീവിതം മാറിയിരിക്കുന്നു എന്നതാണ് പ്രധാനം. സിനിമയാണ് നമുക്ക് നായകരെ തരുന്നത്, സിനിമയാണ് നമുക്ക് കഥ തരുന്നത്, സിനിമയാണ് നമുക്ക് പാട്ടുകൾ തരുന്നത്, സിനിമയാണ് നമുക്ക് ഗായകരെ തരുന്നത്, സിനിമയാണ് ഫലിതങ്ങൾ തരുന്നത്, സിനിമയാണ് നമുക്ക് പെരുമാറ്റ രീതികൾ തരുന്നത്, സിനിമയാണ് നമുക്ക് റോൾ മോഡലുകൾ തരുന്നത്. എല്ലാ അർത്ഥത്തിലും സിനിമ നമ്മുടെ ജീവിതത്തെ പരിപൂർണമായി സ്വാധീനിച്ചിരിക്കുന്നു എന്നല്ല, നിരന്തരമായി സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഈ സിനിമകൾ ഏറെയും വാസ്തവത്തിൽ നായക പ്രധാനങ്ങളായ സിനിമകൾ ആണ്. അതുകൊണ്ട് അത്തരം ഒരു ക്രമത്തെ ഭഞ്ജിച്ച ഒരാളാണ് ശ്രീനിവാസൻ. ചങ്ങമ്പുഴയുടെ പ്രശസ്തമായ വരി നിങ്ങൾക്കറിയാം. കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം. ഈ പരാജയ ബിന്ദുവിൽ നിന്നുകൊണ്ട് നായകൻ നോക്കിക്കാണുന്ന അവനവനോട് ആത്മാരാധനയുള്ള ഒരു നായകൻ്റെ കഥകളാണ് പൊതുവെ നാം കാണുന്നത് എങ്കിൽ ആ വരികൾ കുഞ്ഞുണ്ണി മാഷ് ഇങ്ങനെ തിരുത്തിയിട്ടുണ്ട്. കപടലോകത്തിൽ എന്നോടേ കാപ്പട്യം സകലരും കൺമതാണൻ പരാജയം. ഈ രണ്ടാമത്തെ പെർസ്പെക്റ്റീവിൽ ഇരുന്ന്, രണ്ടാമത്തെ കാഴ്ചപ്പാടിലിരുന്ന് ജീവിതത്തെ കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നാലോചിച്ച് അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ജീവിതാവിഷ്കാരങ്ങൾ നടത്തിയ ഒരു കലാകാരനാണ് വാസ്തവത്തിൽ ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ എല്ലാ കഥാപാത്രങ്ങളും സൂക്ഷ്മമായി പറഞ്ഞാൽ കാരിക്കേച്ചറുകൾ ആണ്. ടി.പി. ബാലഗോപാലൻ എം.എയിൽ ആരംഭിക്കുന്ന ഒരു പുതിയ സിനിമാ ചരിത്രം ഉണ്ട്. നേരത്തെ എം.ടിയും പത്മരാജനും ലോഹിതദാസും ഭരതനും എല്ലാം സൃഷ്ടിച്ച പാരലൽ സിനിമയ്ക്ക് ശേഷം ഈ ശ്രീനിവാസനും സംഘവും സൃഷ്ടിച്ച ഒരു വലിയ സിനിമാ മാറ്റമുണ്ട്. അത് മിക്കവാറും സാധിച്ചത് ഇങ്ങനെ ഒരുതരം കാരിക്കേച്ചർ സൃഷ്ടിയാണ്. ഈ എല്ലാ കാരിക്കേച്ചറുകളിലും നമുക്കറിയാം നർമ്മമുണ്ട്, തീർച്ചയായും സത്യവുമുണ്ട്. ഇതിൻ്റെ ഒരു ഇണക്കം സവിശേഷമായ രീതിയിൽ ആയിരിക്കും ഒരു സിനിമയിൽ പ്രത്യക്ഷപ്പെടുക. ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിലും എങ്ങനെയാണ് നമ്മൾ ശ്രീനിവാസനെ വിലയിരുത്തുക? ശ്രീനിവാസൻ കഴിഞ്ഞ ഡിസംബർ 20 നമ്മെ വിട്ടുപിരിഞ്ഞു. അതുവരെ നമ്മൾ ശ്രീനിവാസനെ കണ്ടുകൊണ്ടിരുന്നത്, അനുഭവിച്ചുകൊണ്ടിരുന്നത്, ആസ്വദിച്ചുകൊണ്ടിരുന്നത് ഒരു സിനിമാക്കാരൻ എന്ന മട്ടിലാണ്. അപ്പോൾ ശ്രീനിവാസൻ മരിച്ചതിന് ശേഷം നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം ധാരാളം എഴുത്തുകൾ ശ്രീനിവാസനെ കുറിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ആഴ്ചപ്പതിപ്പ് മാതൃഭൂമി ഒരു ലക്കം തന്നെ പുറത്തു കൊണ്ടുവന്നു. അതിന് പുറമെ സോഷ്യൽ മീഡിയയിലും ഒക്കെയായി ധാരാളം എഴുത്തുകൾ വരുന്ന കാണാം നമുക്ക്. അതിലൂടെയൊക്കെ പതുക്കെ പതുക്കെ ശ്രീനിവാസൻ അപഗ്രഥിക്കപ്പെടാൻ തുടങ്ങിയാണ്. മുമ്പ് നമ്മൾ സിനിമയിൽ കൂടി കാണുകയായിരുന്നു നേരിട്ട്. ഇനി അതിൻ്റെ
മുമ്പും ചെറിയ പഠനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇനി അതിൻ്റെ ഒരു യുഗമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ആന്തരാർത്ഥങ്ങളും ഒക്കെ തേടിപ്പോകുന്ന അന്വേഷണങ്ങൾ നടക്കും. അത്തരത്തിലുള്ള ഒരു ആലോചനയിൽ നിന്നാണ് ഈ ചോദ്യം വരുന്നത് ഞാൻ വിചാരിക്കുന്നത്. അതിനോട് റെസ്പോണ്ട് ചെയ്ത് പറഞ്ഞാൽ, ശ്രീനിവാസൻ ഒരുപക്ഷെ അല്ല, ശ്രീനിവാസൻ തിരക്കഥാകൃത്ത് എന്ന രീതിയിൽ തന്നെ എഴുത്തുകാരനാണ്. കുറഞ്ഞ അളവിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എഴുതിയിട്ടുണ്ട്. എഴുത്തിൻ്റെ മൂല്യമുള്ള സംഭാഷണങ്ങളിലൂടെ എഴുത്തിന് വിശേഷമായ മൂല്യമുണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത്. എഴുത്ത് ചിന്താപരമായ ഒരു കണ്ടന്റുള്ള ഭാഷയുടെ പ്രയോഗത്തിൻ്റെ പേരാണ് എഴുത്ത്. അതുകൊണ്ടാണ് നമ്മൾ എഴുത്തുകാരെ ചിന്തകരായിട്ട് ആദരിക്കുന്നത്. പക്ഷേ ചിലരൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ അവർ ചിന്തകരുടെ തലങ്ങളിലേക്ക് ഉയർന്നു വരുന്നത് കാണാം. ആ രീതിയിൽ അല്പമൊക്കെ എഴുതിയിട്ടുള്ളൂ, അല്പമൊക്കെ പറഞ്ഞിട്ടുള്ളൂ, സ്വയം പരിഹസിക്കുന്ന ചില ചെറിയ ചെറിയ കമൻറ്റുകൾ പോലും ആയാലും അതിലൊക്കെ ആലോചനയുടെ ഒരു വലിയ അംശം ശ്രീനിവാസനിലുണ്ട് എന്ന് എപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. അധികം പരത്തി എഴുതിയില്ലെങ്കിലും അദ്ദേഹം എഴുത്തുകാരനാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തിരക്കഥകളിൽ കൂടി തന്നെ അദ്ദേഹം ഒരു എഴുത്തുകാരൻ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ധർമ്മം നിറവേറ്റിയിട്ടുണ്ട്. അത്തരം സിനിമയെയും വേണമെങ്കിൽ ഒരു രീതിയിൽ സിനിമ എന്നുള്ള മാധ്യമം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു എഴുത്തായി സങ്കല്പിക്കാവുന്നതാണ്. ഒരു ചിന്തയുടെ രാഷ്ട്രീയ വിശകലനത്തിൻ്റെ വിമർശകൻ്റെയൊക്കെ ആലോചനകൾ എന്ന പോലെ ഉള്ള ഒരു ഇടപെടലായി കാണുന്നത് ഉചിതമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ സിനിമയും അതിസൂക്ഷ്മമായ നിരീക്ഷണങ്ങളുടെയും ആലോചനകളുടെയും പരിണിത ഫലം എന്ന രീതിയിൽ പുറപ്പെടുവിച്ച ഒരു വളരെ സീരിയസ് ആയ സിനിമാകാരനായിട്ടാണ് ഞാൻ ശ്രീനിവാസനെ വ്യക്തിപരമായി കാണുന്നത്. പൊതുവിൽ നമ്മൾ പെട്ടെന്ന് പറയുന്ന ഉടനെ അദ്ദേഹത്തെ ഒരു ഹാസ്യ പാരമ്പര്യത്തിൻ്റെ ഒക്കെ ഇതിൽ ഭാഗമായി ചേർത്ത് വെക്കാറുണ്ട്. ഹാസ്യത്തെ പോലും നമ്മൾ മനസ്സിലാക്കുന്ന രീതി വളരെ പരിമിതമായ ഒരു രീതിയിലാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഹാസ്യമൊക്കെ ഒരു ഭാഷയിൽ വാസ്തവത്തിൽ ഞാൻ പറയുന്നത് നമ്മുടെ ഈ കീഴ്പ്പെടുത്തുന്ന വർത്തമാനങ്ങൾ പറയുന്ന ഇളിയുണ്ടാക്കുന്ന ഒരുതരം ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ നിറഞ്ഞ ഹാസ്യത്തെ പറ്റല്ല കേട്ടോ. അല്ലാതെ മൂല്യവത്തായ ഹാസ്യം എന്ന് പറയുന്നത് ഒരു ഭാഷയിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ ആ ഭാഷ അതിൽ കരുത്താർജിച്ചിട്ടുണ്ട് എന്നാണ്. അത്തരം ഹാസ്യം വിനിമയം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഒരു ജനതയുടെ ഒരു ചിന്താപരമൊക്കെ ആയിട്ടുള്ളൊരു ഉയർച്ചയുടെ ഭാഗം കൂടിയാണ്. ഒരു എഴുത്തിൻ്റെ ഒക്കെ ലോകത്ത് വ്യാപരിക്കുന്ന ഒരു ജനതയ്ക്ക് ശരിയായ അർത്ഥത്തിലുള്ള ഹാസ്യം ആസ്വദിക്കാനും ഹാസ്യത്തെ മനസ്സിലാക്കാനും ഹാസ്യത്തിൻ്റെ രാഷ്ട്രീയ മർമ്മങ്ങളെ തൊടാനും കഴിയുമെന്ന് തോന്നിപ്പോകാറുണ്ട്. അങ്ങനെ പൊതുവിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഈ സൂപ്പർഫിഷ്യലായ ഹാസ്യത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞ നർമ്മം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിട്ടുപോവുകയില്ല. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് അദ്ദേഹം അവശേഷിപ്പിച്ചിരിക്കുന്നത് വാസ്തവത്തിലൊരു ഈ സിനിമ എന്ന മാധ്യമം ഉപയോഗിച്ച് മലയാളത്തിൽ എത്ര സിനിമക്കാർ ഈ പറയുന്ന നേരം പോക്കിന് വേണ്ടിയുള്ള സിനിമകൾ സൃഷ്ടിച്ചതോ താൽക്കാലികമായ ഒരു രസത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന സിനിമകളോ അല്ലെങ്കിൽ നമ്മുടെ മാടമ്പി പുരാണങ്ങളെ ചിത്രീകരിച്ച് മാർക്കറ്റിൽ അതിന് കിട്ടുന്ന നേട്ടങ്ങൾ കണക്കാക്കി ഒരു വ്യവസായം എന്ന രീതിയിൽ കണക്കാക്കി ഉണ്ടാക്കുന്ന സിനിമകളോ ഒക്കെ അല്ലാതെ താൻ ജീവിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ അതിൻ്റെ ഒരു പരിസരത്തിൽ ചിന്താപരമായി ഇടപെട്ട് സിനിമ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട് എന്ന് ആലോചിച്ചാൽ മലയാള സിനിമേൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നാറുള്ളത് വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ. അതിൽ രണ്ട് പേരാണ് എനിക്ക് പറയാൻ തോന്നാറുള്ളൂ. അതൊന്ന് KG ജോർജാണ്, മറ്റൊന്ന് ശ്രീനിവാസനാണ്. ഇപ്പം പെട്ടെന്ന് സാധാരണഗതിയിൽ ഇതിനോടൊരു ചോദ്യം പോലും വരാതെന്താണ് അടൂരിനെ പോലെയുള്ള ഒരാൾ അദ്ദേഹം ചെയ്ത സിനിമകളെ എങ്ങനെ കാണുന്നു? ചിലപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ കൂടി തന്നെ ഒരു ചോദ്യം അറിയാതെ തന്നെ വന്ന് കയറുന്നുണ്ട്. എൻ്റെ ആലോചനയിൽ അടൂരിൻ്റെയൊക്കെ സിനിമകൾ അതിൻ്റെ ഒരു സവിശേഷമായ കലാപദ്ധതി, അതിൻ്റെ ഒരു ചട്ടക്കൂടുണ്ട്, അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. അതിനകത്ത് മഹത്തായ സിനിമകളായി ഒരു പക്ഷേ കൊണ്ടാടപ്പെടാം. പക്ഷേ നമ്മുടെ ജനതയെ സ്വാധീനിച്ച, ചിന്താപരമായി സ്വാധീനിച്ച, ജനതയിൽ ജീവിക്കുന്ന എത്ര ആശയങ്ങൾ അതതിൻ്റെ കാലത്തെങ്കിലും ആ സിനിമകളൊക്കെ പ്രദാനം ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പക്ഷേ അതിന് വിയോജനങ്ങൾ ഉണ്ടാവാം, ചൂണ്ടിക്കാണിക്കാനുണ്ടാവാം, ആലോചിക്കാൻ വേണ്ടി തന്നെ പറയുകയാണ്. വളരെ പരിമിതമായ ചിന്തകളൊക്കെ തന്നെ ഉണ്ടെന്നുണ്ട്. പലപ്പോഴും നൊസ്റ്റാൾജിക്കായിട്ടുള്ള ചില ആവിഷ്കാരങ്ങളുടെ ഒരു ലോകത്ത് നിൽക്കുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്.